നമുക്കിപ്പോൾ ഒരാളോട് പോയിട്ട് എന്തെങ്കിലും പറയുവാനോ ഒരാളുടെ വീട്ടിൽ പോകാനോ അവിടെ ഇരുന്ന് മുറി അടച്ചിരുന്ന് 4-5 പേരിരുന്ന് പ്രാർത്ഥിക്കുവാനോ ആ ഒരു ഫ്രീഡം ഇന്ത്യയിൽ നശിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ ഇൻസിഡൻ്റ് ഒക്കെ കാണുന്നത്. ഇത് ചെറുതായിട്ട് കണ്ടുകൂടാ. അതായത് എൻ്റെ നിങ്ങളുടെ റൈറ്റ് മുഴുവനും അൺഡിക്ലെയർഡ് ആയിട്ട് ഒരു എമർജൻസി പോലെ ആൾക്കാരെ വിട്ട് അടിയുണ്ടാക്കുന്നു, പോലീസിനെ ഉപയോഗിക്കുന്നു, അടിച്ചു തകർക്കുന്നു, പള്ളികൾ അടിച്ചു തകർക്കുന്നു. ഇതൊരു ചെറിയ സംഭവമല്ല. അപ്പം ഇതിനെ അത് അത്ര ലൈറ്റായിട്ട് കാണുകയൊന്നും വേണ്ട. ഇതൊരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ആരുടെയും കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലോട്ടങ്ങ് മാറും. പിന്നെ ഫർദർ ഉണ്ടാകുന്ന സംഭവം നിങ്ങൾക്കറിയാം ഇത് ഏത് രീതിയിലാണ് ഗ്ലോബലായിട്ടും ഡൊമസ്റ്റിക്കായിട്ടും ചെന്ന് നിൽക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ ഒന്നിനും സിംപ്ലി കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇത്ര വലിയ സനാതനം പറഞ്ഞവർക്കും ഹിന്ദു രാഷ്ട്രം പറഞ്ഞവർക്കും മറ്റുള്ളവരെ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞവർക്കും ഫാൽഗാമിൽ 26ഓളം പാവം പിടിച്ച ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്നു. എന്നിട്ട് ഈ കാശ്മീരിൽ നിന്ന് പോയി ഇവർക്ക് ഇത് സംസാരിക്കാൻ പറ്റുമോ? പോലീസ് അടുത്ത് നിൽക്കാതെ, പോലീസ് അടുത്ത് നിന്നാൽ പോലും കാശ്മീരിൽ പോയിട്ട് ഇതേപോലെ സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ എൻ്റെ ചോദ്യം കറക്റ്റാണ്. കാശ്മീരിൽ പോയി, ഇന്ത്യയുടെ ഭാഗമാണ് കാശ്മീർ, ഇന്ത്യയുടെയാണ് കാശ്മീർ. കാശ്മീരിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റുമോ? അപ്പോഴറിയാം ഇവർക്ക് എവിടെ ഇത് സംസാരിക്കാൻ പറ്റും. പാവം പിടിച്ചവൻ്റെ തോളെ കയറുക, പാവം പിടിച്ച മുസ്ലിമിൻ്റെ ബീഫിൻ്റെ പേരിൽ അവൻ്റെ തോളെ കയറുക, ഇവൻ്റെ തോളെ കയറുക. കാരണം ഇതൊക്കെ നടന്ന് കണ്ണടച്ചു കൊടുക്കാൻ ഇവിടുത്തെ പോലീസും അഡ്മിനിസ്ട്രേഷൻ തയ്യാറായിട്ടുണ്ട്. കാരണം അവരാണ് ഭരിക്കുന്നത്. അതായത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ കിട്ടേണ്ട അവൻ്റെ ഫ്രീഡം, അതായത് നമ്മുടെ ഫോർ ഫാദേഴ്സ് നമുക്ക് തന്നത് അതില്ലാതാക്കി അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് ബംഗ്ലാദേശി മുസ്ലിമിനെ ഉപയോഗിക്കുന്നു, മറ്റുള്ളവരെ ഉപയോഗിക്കുന്നു, ഗുണ്ടകളെ ഉപയോഗിക്കുന്നു, തലയ്ക്ക് വെളിവില്ലാത്തവരെ ഉപയോഗിക്കുന്നു. ഇതൊരു ഇന്ത്യയിലെ ദിനചര്യയായിട്ട് മാറിയിട്ടുണ്ട്. മോദി ഭരണം ഇന്ത്യക്ക് ചെയ്ത വലിയൊരു കോൺട്രിബ്യൂഷനാണ്. നമ്മളിത് സിമ്പിളായിട്ട് വിസ്മരിക്കാൻ കഴിയരുത്. ഇത് മാത്രമാണ് ക്രിസ്തുമസിന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്.